ഇതൊക്കെ പുതിയ സംഭവമൊന്നും ആയിരിക്കത്തില്ല. ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ അഭയ കേന്ദ്രമായിട്ട് ഗാന്ധിഭവൻ മാറിക്കഴിഞ്ഞു അല്ലേ? ഗാന്ധിഭവനിൽ ഇപ്പൊ എല്ലാം കൂടെ ഗാന്ധിഭവന് ഇപ്പൊ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഒക്കെ ആയില്ലേ, ശാഖകളൊക്കെ ആയി. ഇപ്പൊ എല്ലാം കൂടി ഇപ്പൊ എത്ര ആൾക്കാരുണ്ട്? എല്ലാ ബ്രാഞ്ചസും കൂടെ എടുത്തു കഴിഞ്ഞു എല്ലാം കൂടെ ഒരു 2800 പേര് കാണും. അതില് പത്തനാപുരം ആസ്ഥാനത്ത് മാത്രം 1500 പേരുണ്ട് ഉണ്ട് അല്ലേ? ഇതിപ്പോ ഒരു വലിയ മഹാപ്രസ്ഥാനമായി വരിക. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ വർഷങ്ങളിലേക്കാളും ഈ ഗാന്ധിഭവൻ പോലുള്ള കേന്ദ്രങ്ങളിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ കൂടിക്കൊണ്ട് ഇന്നിപ്പോ എനിക്ക് തോന്നുന്നത് ഒരു ആൾക്കാർക്ക് ഇപ്പൊ ഇത് കുറച്ചുകൂടെ ഒരു അംഗീകാരം കിട്ടിയ ഒരു സംഭവം പോലെ ആയിട്ടുണ്ട്. അതായത് വീട്ടിൽ ലേശം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഗാന്ധിഭവൻ എവിടെയോട് താമസിപ്പിക്കുക. അതെ, അങ്ങനെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാർ, ഈ മക്കളല്ല കൊണ്ട് താമസിപ്പിക്കുന്നത്. അല്ല, മക്കള് എങ്ങനെങ്കിലും അവര് വിടുക, വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുക, അല്ലെങ്കിൽ മാനസികമായി പ്രയാസപ്പെടുത്തി അവരെ വിടുക. എന്നിട്ട് അവര് പൊയ്ക്കോളും. അത് അങ്ങനെയുള്ളവരുടെ എണ്ണം പണ്ടത്തെ കാലത്തേക്കാളും വളരെ കൂടി. അങ്ങ് ഇതിനകത്ത് 10-40 കൊല്ലമായി തോന്നുന്നു അല്ലേ ഈ രംഗത്ത്? അപ്പൊ എനിക്കൊന്ന് 40 കൊല്ലത്തെ അസ്ഥിയുമ്പോ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ചുകൂടെ ആൾക്കാർ ഈ തന്തേ തള്ളെ ഒന്ന് ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ നന്നായി. ഒരുപാട് ആ മാറ്റം കാണുന്നു സാർ. ഒരുപാട്. ഇപ്പൊ 3 ദിവസം മുമ്പ് ഗാന്ധിഭവനിലേക്ക് ഒരു അമ്മ വന്നത് തിരുവനന്തപുരം ജില്ലയുടെ അങ്ങ് തമിഴ്നാട് ബോർഡർ ഭാഗത്ത് നിന്നാ. ആ അമ്മയ്ക്ക് 2 മക്കളാണ്. 2 പേരും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്തോഷമായിട്ട് കഴിയുകയാണ്. അമ്മ ഒരു കുഴപ്പമില്ല. ജോലിയൊക്കെ ഉണ്ടായിരിക്കും. അവർക്ക് നല്ല സാഹചര്യങ്ങളുണ്ട്. അമ്മ എല്ലാം സ്വത്തുക്കളുള്ള എല്ലാം അവരുടെ ഹസ്ബൻഡിന്റെ കാലശേഷം വീതിച്ചു കൊടുത്തു. എന്നിട്ട് മോന്റെ വീട്ടിൽ കുറെ നാൾ നിൽക്കും. അവിടെ ഒരു ബുദ്ധിമുട്ട് അമ്മയ്ക്ക് മാനസികമായി തോന്നുമ്പോൾ മകളുടെ വീട്ടിൽ ചെല്ലും. ഇത്തവണ മകളുടെ വീട്ടിൽ ചെന്നവണ്ണ മരുമോൻ ചോദിച്ച് ആഹാരമൊക്കെ കൊടുത്തിട്ട് ചോദിച്ചു അമ്മ എപ്പോഴാ പോന്നേന്ന്. അപ്പൊ അമ്മയ്ക്ക് അതൊരു വല്ലാത്ത അനുഭവമായി. ഇതുവരെ അങ്ങനെ അമ്മ നേരെ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.